ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ഇത്രമാത്രം വീഡിയോസോ ഇതൊക്കെ ഇങ്ങനെ കാണിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുന്ന പറയുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. എന്നാലേ അതിനേക്കാട്ടിലും എത്രയോ ഇരട്ടി പേര് നമ്മുടെ വീഡിയോ കാണാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നോ, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും ഇല്ലാഞ്ഞിട്ടും സ്വന്തം ചേച്ചിയായിട്ടോ അനിയത്തിയായിട്ടോ അല്ല സ്വന്തം വീട്ടിലൊരു അംഗമായിട്ടോ എന്നെ കണക്കാക്കുന്നതുകൊണ്ടാണ്. തിരിച്ചും അതേപോലെ തന്നെയാണ്. ചിക്കൂസ് ഡേ എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. അതേപോലെ അത് പറയാൻ എനിക്ക് സന്തോഷവുമാണ്. കഴിഞ്ഞ വീഡിയോയിലെ വിശേഷങ്ങളുടെ ബാക്കിയാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. ഇനി നമുക്ക് രണ്ടുപേർക്ക് മോതിരം എടുക്കാൻ പോകാം. ഞങ്ങൾ വീട്ടിൽ നിന്ന് നേരെ നന്ദൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ആദ്യം മലബാർ ഗോൾഡിൽ വന്നു. ഇവിടെ വന്നിട്ട് മോതിരം തപ്പലാണ് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇവ രണ്ടുപേർക്കും കുറേ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. മോതിരം എന്നതുപോലെ ആയിരിക്കണം, പ്രത്യേക ഡിസൈൻ വേണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ഡിസൈൻ നമുക്ക് കിട്ടണമെന്നില്ലല്ലോ. പിന്നെ അവിടെ ഇരുന്ന് അവിടുത്തെ ബുക്ക്ലെറ്റിൽ ഉള്ള ഡിസൈൻസ് എല്ലാം നോക്കി. കുറേ ഡിസൈൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇവർ വിചാരിക്കുന്ന ഡിസൈൻ അല്ല ഉള്ളത്. കുറേ കളക്ഷൻസ് ഒക്കെ അവർ കാണിച്ചു തന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡ്രസ്സ് എടുക്കാൻ പോകുന്ന കഷ്ടപ്പാട് കണ്ടിട്ട് ശ്വാസം മുട്ടുന്നു. ഞങ്ങൾക്ക് പക്ഷേ അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾ അവസാനം അവിടെ നിന്ന് ഇറങ്ങി സ്വർണ്ണമഹലിൽ കയറി. സ്വർണ്ണമഹൽ ശരിക്കും പറഞ്ഞാൽ നല്ല ആംബിയൻസ് ആട്ടോ, കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെ നിന്ന് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ടൂർ വന്ന പോലെയായിരുന്നു. അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്നും മോതിരമൊക്കെ നോക്കി. ഇവിടെയും കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇവർ വിചാരിച്ച ഒരു ഡിസൈൻ ഇല്ലാന്നേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വേറെ ജ്വല്ലറി തേടി പോവുകയാണ്. അങ്ങനെ വേറെയും 2-3 ജ്വല്ലറികളിലൊക്കെ കയറി ഇറങ്ങി. എവിടെയും വിചാരിച്ച ഡിസൈൻ കിട്ടിയില്ല. അങ്ങനെ പിന്നെ അന്നത്തേക്ക് അത് മതി. ഇനിയിപ്പം നന്ദൻ്റെ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് മാന്യവറിൽ വന്നതാണ്. ശരിക്കും എല്ലാവരും സെയിം കളറല്ലേ ഇടുക, അപ്പോൾ ഇവർക്ക് കോൺട്രാസ്റ്റ് കളർ മതി എന്നൊരു അഭിപ്രായമായിരുന്നു കേട്ടോ രണ്ടുപേർക്കും. കാരണം നമ്മുടെ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരേ കളർ ഡ്രസ്സ് മതിയായിരുന്നു. അത് വേണ്ടാന്ന് വെച്ചതായിരുന്നു. കോൺട്രാസ്റ്റ് കളർ എടുത്തിട്ട് ചിക്കുവിൻ്റെ ഡ്രസ്സിൻ്റെ കളറ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവുന്ന തരത്തിലുള്ള ഡ്രസ്സ് നോക്കാമെന്നായിരുന്നു. ചിക്കു ലെഹങ്കേൻ്റെ ഷോളും എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നോക്കാമല്ലോ എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ പല ഡ്രസ്സുകൾ മാറി മാറി ഇട്ട് നോക്കുമായിരുന്നു എങ്ങനെയുണ്ട് എന്നുള്ളത്. അങ്ങനെ അവസാനം തന്നെ ഈ ഒരു ഡ്രസ്സ് ഞങ്ങൾ സെലക്ട് ചെയ്ത് അതിന് കുറച്ച് ഓൾട്രേഷൻ ഉണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു. ഈ മോതിരം ഇനി നാളെ നോക്കാമെന്ന് വിചാരിച്ചു. നാളെ രണ്ടുപേർക്കും അച്ഛന്മാർക്ക് 2 പേർക്കും ഓഫീസുണ്ട്. അപ്പോൾ ഞങ്ങൾ മാത്രമായിട്ട് നെക്സ്റ്റ് ഡേയും മോതിരം തപ്പി ഇറങ്ങി ലുലു മോളിലേക്ക് വന്നത്. അവിടെ ഒരുപാട് ജ്വല്ലറി ഉണ്ടല്ലോ, അപ്പോൾ കുറേ എണ്ണത്തിൽ ഒരുമിച്ച് കയറല്ലോ. അങ്ങനെ ഞങ്ങൾ ആദ്യം ജോസ്കോയിൽ വന്നു. ഇവിടെ ശരിക്കും കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ജോസ്കോൻ്റെ ഉണ്ടായിരുന്നു, ഞാൻ പണ്ട് മൂക്ക് കുത്തിയ വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഇവിടുന്ന് തപ്പി നോക്കി. അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ സൈസ് കറക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. കാരണം അതിന് ഉണ്ടാക്കി വരുമ്പം പിന്നെ ടൈം എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട. ഇവിടുത്തെ ചേച്ചി കേട്ടോ, ഈ ഇവിടുത്തെ ജോസ്കോയിലെ സ്റ്റാഫാണ് ഈ ചേച്ചി നമ്മുടെ സബ്സ്ക്രൈബറാണ്, കേക്ക് ഉണ്ടാക്കാറുണ്ട്, ഇവർക്ക് കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടുപേർക്കും സെലക്ഷന് കുറച്ച് നല്ല സമയം എടുക്കും കേട്ടോ. പിന്നെ ഒന്നും പറയാൻ പറ്റില്ല, ഞങ്ങളുടെ മക്കൾ, ഞങ്ങൾക്കും സെലക്ഷന് നല്ല ടൈം എടുക്കും. പിന്നെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നന്നായിട്ട് വിശന്ന് ഒരു പരുവായി. അങ്ങനെ നേരെ പാരഗണിൽ വന്നു, ഫുഡൊക്കെ ഓർഡർ ചെയ്ത്. ഫുഡൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ലുലുവിലുള്ള എല്ലാ ജ്വല്ലറികളിലും കയറി. ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പിന്നെ മതി തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് തിരിച്ചു പോകുമ്പോൾ അപ്പോൾ സണ്ണി ഡയമണ്ട്സ് കണ്ടപ്പോൾ എന്നാൽ പിന്നെ അവിടെയും കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ തിരഞ്ഞു നടന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ നിന്ന് ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാം നോക്കി എല്ലാം എഴുതിയെടുത്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ചിക്കുവിന് വള വാങ്ങണം എന്ന് പറഞ്ഞു. നന്ദൻ്റെ അമ്മ ചിക്കുവിന് എൻഗേജ്മെൻറ്റിന് ഒരു വള കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ ചിക്കുവിന് ഇഷ്ടമുള്ളത് തന്നെ എടുക്കാമെന്നും പറഞ്ഞ് ഡയമണ്ടിൻ്റെ തന്നെ വള എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ അവിടുന്ന് ഉള്ള നെക്ലേസുകളൊക്കെ അവരെടുത്ത് കാണിക്കുമായിരുന്നു. നല്ല നല്ല നെക്ലേസുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് നോക്കൂ എന്നൊക്കെ പറഞ്ഞു. അവർ വന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ചിക്കു മാലയിട്ട് നിൽക്കുന്നത്. എന്തായാലും ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലെത്തി. വീട്ടിൽ വന്നപ്പോഴത്തേക്കും സൈഫുദ്ദീൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സൈഫുദ്ദീൻ നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനറാണ്. എനിക്ക് എൻ്റെ ബ്ലൗസും ചിക്കുവിൻ്റെ കുർത്തിയും ലെഹങ്ക ഒക്കെ തയ്ച്ചൊക്കെ തരുന്നത് സൈഫുദ്ദീനാണ്. മലയാളിയല്ല കേട്ടോ, വെസ്റ്റ് ബംഗാളാണ് നാട്. മലയാളം പക്ഷേ കുറേയൊക്കെ അറിയാം, പക്ഷെ നന്നായിട്ട് തയ്ക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൈഫുദ്ദീൻ തയ്ച്ച ബ്ലൗസൊക്കെ. ഷോപ്പ് മണക്കാടാണ് കേട്ടോ ഉള്ളത്. പക്ഷെ വേണമെങ്കിൽ സൈഫുദ്ദീൻ വീട്ടിൽ വരും കേട്ടോ, നമുക്ക് പെട്ടെന്ന് പോകാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ. അങ്ങനെ ചിക്കുവിൻ്റെ ഡ്രസ്സ് എടുത്ത് ഒക്കെ അളവെടുക്കുകയാണ്. ഇത് നല്ല വലുപ്പമുണ്ട്, പക്ഷേ ചിക്കുവിന് ഇത്രയും വേണ്ട. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എല്ലാം ലെവലാക്കി എടുക്കണം.
അതുപോലെ ബ്ലൗസ് ആണെങ്കിലും ഫുള്ള് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. നിറച്ചും വർക്കാണ്. കൈ ആണെങ്കിലും നോർമൽ സ്ലീവാണുള്ളത്. മുട്ട് വരെ ലെങ്ത്തുള്ള സ്ലീവാണ്. അത് നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പോൾ ചിക്കു ഒരു ഡിസൈനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡിസൈനിൽ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ നന്ദൻ്റെ അനിയത്തിയുടെ ലെഹങ്കയും ഇതുപോലെ വെച്ച് നോക്കുകയാണ്. എന്നിട്ട് അളവൊക്കെ എടുത്തു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മോതിരം റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് ജ്വല്ലറിയിൽ നിന്ന് വിളിച്ചിരുന്നു. ഞങ്ങൾ പോയി. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ചിക്കുവിന് ഒരു 3 ഡയമണ്ട് വെച്ച് പേരും ഒക്കെ എഴുതിയിട്ട് വന്നു. നന്ദൻ്റെ ഒറ്റ ഡയമണ്ടിൽ പേരും എഴുതിയിട്ട് വന്നു. ഇതിൻ്റെ ഫോട്ടോ ഒക്കെ നേരത്തെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചുറപ്പിച്ച ഒരു ഡിസൈനായിരുന്നു. അത് അതേപോലെ തന്നെ ചെയ്ത് കിട്ടി. പിന്നെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ സൈഫുദ്ദീൻ തയ്ച്ചു കൊണ്ടുവന്നു കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുത്തില്ല. അതുപോലെ ദേവൂട്ടി നന്ദൻ്റെ അനിയത്തിയുടെ ഡ്രസ്സും നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെയും നന്ദൻ്റെ അമ്മയുടെയും എൻ്റെയും ബ്ലൗസ് കൂടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കുക. എൻ്റെ സാരി വന്നു. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് കൊടുക്കുകയാണ്. ചിക്കുവിൻ്റെ ഡ്രസ്സിൻ്റെ പണി മുഴുവൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. സ്ലീവിന് ചിക്കു ഒരു പ്രത്യേക ഡിസൈൻ അല്ലേ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അളവെടുക്കുകയാണ്. തുണിയൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ തുന്നി പിടിപ്പിച്ച് കൊണ്ടുപോകും. അപ്പോൾ അതേപോലെ തന്നെ അവിടെ തയ്ച്ച് എടുക്കാനായിട്ട്. ബാക്കിയൊക്കെ പെർഫെക്റ്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും വർക്കൊക്കെ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സൈഫുദ്ദീൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. തിരുവനന്തപുരമാണ് കേട്ടോ സ്ഥലം. പിന്നെ ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ശരിക്കും വളർന്നു വരുന്ന ഒരു ഡിസൈനറാണ്. അപ്പോൾ അവർക്ക് നമ്മളാൽ കഴിയുന്ന ഒരു ഹെൽപ്പ് അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുപോലെ വർക്ക് ചെയ്യിക്കുന്നവർക്കും നഷ്ടബോധം തോന്നില്ല. നമ്മൾ കാരണേ ആർക്കെങ്കിലും നല്ലതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ ജീവിതത്തിലും വരുമല്ലേ. അല്ലാതെ നമുക്കൊന്നും നല്ലത് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നതിൽ നമുക്ക് ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ളത് ബൂമറാങ് പോലെ നമ്മളിലേക്ക് തിരിച്ചു വന്നോളും എവിടുന്നെങ്കിലും. അതാണ് ഈ കർമ്മ സിദ്ധാന്തം, ലോ ഓഫ് കർമ്മ എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും നല്ലത് വരുത്താൻ നമുക്ക് കഴിയുമെങ്കിൽ അത് നമുക്ക് ചെയ്യാം അല്ലേ. അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.